ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഐറ്റമാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടിയത് 3 ചിരട്ടയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും ഇത്. അപ്പോൾ ഒരു 3 ചിരട്ട നമ്മൾ എടുത്തിട്ട് വരിക. അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ 3 പാർട്സ് ആയിട്ടാണ് ഫസ്റ്റ് ഇതിനെ ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഇതിനെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ 3 ചിരട്ട എടുത്തിട്ട് നിങ്ങളിതാ വീഡിയോയിൽ കാണുന്നത് പോലെ മാർക്ക് ചെയ്ത് വെക്കുക. ഒരു സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്കറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു മാർക്ക് ചെയ്ത ഇത് വെച്ച് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇതിനെ നല്ലോണം ഇതിൻ്റെ മുകളിലുള്ള ചകിരിയൊക്കെ നമുക്ക് കളയണം. സോ അതിന് വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് നമുക്കതെല്ലാം ഒന്ന് കളഞ്ഞെടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വെക്കാം. അതിനുശേഷം നമുക്കൊരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇതിനെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയേ വേണ്ടൂ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ അതിനെയൊക്കെ ഒന്ന് ഗ്ലൂ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റ് ചെയ്തത് ഒന്നും കൂടി ഒന്ന് ഗ്ലൂ വെച്ച് സെറ്റാക്കി എടുക്കാം. സോ നല്ല രീതിയിൽ നമുക്കിതിനെ ഒന്ന് സെറ്റായി എടുത്തതിന് ശേഷം ഇനി നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. പെയിൻ്റ് എന്ന് വെച്ചാൽ വാർണിഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ വാർണിഷ് വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയും കൂടിയാണ് ചെയ്യേണ്ടിയുള്ളൂ. അപ്പം തന്നെ നമ്മുടെ സാധനം പ്രിപ്പയർ ആയി കിട്ടി. ചെറിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിരട്ട കട്ട് ചെയ്യാനുള്ള സംഭവമാണ്. പിന്നെ നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയും കൂടെ വേണം. ആ ഒരു ടൈമാണ് നമുക്ക് കുറച്ച് ഒരു ഡിഫിക്കൽട്ടി തോന്നുക. അതർവൈസ് നമുക്കിത് ആയി കഴിയുമ്പം നമ്മൾ ചെയ്തൊരു നല്ല സംഭവമായിട്ട് വന്നല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വാർണിഷാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്, ക്ലിയർ സിന്തറ്റിക് വാർണിഷ്. ഈ വാർണിഷ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഔട്ട് സൈഡ് മാത്രം നമ്മളൊന്ന് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് വാർണിഷ് അടിച്ചു കൊടുക്കാം. അപ്പം നമുക്കിത് നന്നായി സെറ്റായി കിട്ടും. അപ്പം ഇത്രയും നല്ലൊരു ഐറ്റം നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ അടുത്തുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസും കൂടി പറയണേ.